നമ്മളിനി നാടെ ഇതുവഴി കയറി നേരെ അപ്പോൾ നമ്മൾ ഈ തൊട്ടിപ്പാലം കയറി തുടങ്ങി കേട്ടോ. പറയുമ്പം ഈ കാണുന്ന ഈ വഴി ഫുള്ളും മൊത്തം കച്ചവടക്കാരായിരുന്നു. ഏറ്റവും മേളിൽ നിന്നുള്ളൊരു വ്യൂ പോയിന്റ് കേട്ടോ, ആയിട്ട് കാണിച്ചു തരാം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്ന കന്യാകുമാരിയിൽ നിന്നും ഏകദേശം 50 കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ള നമ്മുടെ മാത്തൂർ അക്വാഡക്റ്റാണ് വന്നിരിക്കുന്നത്. കുറച്ചുകൂടി എളുപ്പത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടിപ്പാലം എന്നുകൂടി പറയാം. അതപ്പം നോർമലി ഈ സ്ഥലത്ത് എല്ലാവരും വന്നതാണ്. അപ്പോൾ അതിൻ്റെ തുടക്കം തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞാലോ. അപ്പോൾ അന്നൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏകദേശം മൊത്തം കൃഷിയിടങ്ങളാണ്, മരങ്ങൾ, വാഴ, അങ്ങനെ എക്സെട്ര. അപ്പോൾ ഇവിടെ ഏറ്റവും മെയിനായിട്ട് വെള്ളം എത്തിക്കുക എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും പ്രയാസകരമായിരുന്നു. അപ്പോൾ തമിഴ്നാട്ടിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന കെ കാമറാജ് സാറിൻ്റെ നേതൃത്വത്തിൽ വരൾച്ച കുറയ്ക്കാനും കൃഷിക്ക് വെള്ളം എത്തിക്കാനുമായി ഒരു കുന്നിൽ നിന്നും അടുത്ത കുന്നിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നത് എളുപ്പത്തിലാക്കാൻ ഒരു പാലം പണിയാൻ തുടങ്ങി. ഏകദേശം 1960 തുടങ്ങി 1966 പണി പൂർത്തീകരിക്കുകയായിരുന്നു. ഏകദേശം മൊത്തം 28 ഭീമൻ കോൺക്രീറ്റുകളാണ്. അതായത് ഒരു കോൺക്രീറ്റിന് ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 115 അടി ഉയരമാണ്. നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് കാണും. അപ്പോൾ ഏഷ്യയിൽ ഏറ്റവും നീളം കൂടിയ പാലങ്ങളിൽ ഒന്നായി അറിയപ്പെടുകയും ചെയ്തു. അപ്പോൾ നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അങ്ങോട്ട് പോയി തന്നെ അറിയാം. അപ്പോൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ ഈ കയറുന്ന വഴിയിൽ അത്യാവശ്യം ഒത്തിരി കടകളുണ്ട് കേട്ടോ. കടകളെന്ന് പറയുമ്പോൾ നമ്മളെ ഈ ഊണ് അങ്ങനെയൊന്നുമല്ല, നമ്മുടെ ഈ അല്ലാതെ എന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കാൻ വേണ്ടിയുള്ളത്, നമ്മളെ തണ്ണിമത്തനോ എന്തോ അങ്ങനെ കുറച്ച് മാങ്ങയോ അത് ഇതെല്ലാം അവർ അരിഞ്ഞ് ഒരു ഗ്ലാസ്സിൽ സെറ്റ് വെച്ചേക്കുന്നതാണ്. അതുപോലെ ഇവിടെ ഈ വഴിയോടെ തന്നെ കുറേ കച്ചവടക്കാരുണ്ട്. അപ്പോൾ ഏകദേശം നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് 11 കാലായി കറക്റ്റ്. എനിക്ക് നമ്മൾ തിരിച്ചു വരേണ്ട വഴിയാന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ നമ്മൾ ഇങ്ങനെയാണ് കയറി വന്നത്. ഇവിടെ കുരങ്ങന്മാരുടെ ശല്യമുണ്ട് കേട്ടോ. ഇപ്പം വെള്ളമുണ്ട് കേട്ടോ. ഏകദേശം ഒരു 10 അടി എണ്ണം കാണുന്നു. 10 അടി കൂടുതലായിരിക്കും മിക്കവാറും. അന്ന് വന്നപ്പോഴും വെള്ളം ഉണ്ടായിരുന്നു, ഇന്ന് വന്നപ്പോഴും വെള്ളമുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് അപ്പുറത്തുനിന്ന് ഇവിടെ കൃഷി ഈ ഓപ്പോസിറ്റ് സൈഡ് കൃഷിയിടങ്ങളുണ്ടേ. അപ്പോൾ ഇവിടുന്ന് ഇതിന് ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ കൃഷിയിടങ്ങളുള്ളതുകൊണ്ട് അതിനെ അഭികരിച്ച് ഉണ്ടാക്കിയ പാലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ തൊട്ടിപ്പാലം കയറി തുടങ്ങി കേട്ടോ. അപ്പോൾ നല്ല വെയിലുണ്ട്, എന്നാലും അത്രയ്ക്കും അറിയുന്നില്ല. ഇതുണ്ടോ വെള്ളം കണ്ടോ? അന്ന് വന്നപ്പോൾ നല്ല വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് ഈ ഒരു ടോപ്പ് വരെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നുണ്ടോ ഈ ഒരു ഏകദേശം 1 അടി താഴെ കിടക്കാം. എനിക്കൊന്ന് ഇത് എന്തെങ്കിലും മെയിൻ്റെനൻസ് നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ പൂശിയിട്ടുണ്ട് കേട്ടോ, ലീക്കാവാതിരിക്കാനായിരിക്കും. ഇതാണ് എൻ്റെ ഒരു തുടക്കം. ഓക്കെ, പക്ഷെ ഒരു ഇവിടെയൊക്കെ വരുന്നത് ഏറ്റവും നല്ലതെന്ന് പറയുമ്പോൾ കുറച്ചുകൂടി രാവിലെ വരാൻ നോക്കുക. അപ്പം വന്നു കഴിഞ്ഞാൽ ഈ വെയിൽ കൊള്ളണം, അത്രേ ഉള്ളൂ ബുദ്ധിമുട്ട്. പിന്നെ ഞാൻ എന്തൊക്കെയായാലും തൊപ്പിയായിട്ട് വന്ന്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം. നമുക്കും അടുത്ത പ്ലേസാണ് കവർ ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ആകെ കിട്ടുന്ന സൺഡേ ആണ് നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പം ഏകദേശം ഇതാണ് കേട്ടോ. എനിക്കൊന്ന് പക്ഷേ ഞാൻ ഈ വഴിയാണ് കയറി വന്നത്. അന്നെന്ന് പറയുമ്പം ഈ കാണുന്ന ഈ വഴി ഫുള്ളും മൊത്തം കച്ചവടക്കാരായിരുന്നു. ഈ സൈഡ് ഫുള്ളും എന്ന് വെച്ചാൽ താഴെയും കച്ചവടക്കാരുണ്ടായിരുന്നു. അതിനെക്കാട്ടി കൂടുതൽ നിറയുമ്പോൾ ഇവിടെയാണ്. ഇവിടെ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമ്മളെ ഈ ചക്ക ഇതുണ്ടല്ലോ, അതാണെന്ന് തോന്നുന്നു ഏറ്റവും മെയിൻ ഇവിടെ കച്ചവടം നടക്കുന്നത്. കാരണം നമ്മളിപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് കയറി വരിക, നമ്മൾ ഈ വഴി കിടന്നാണ് കയറി വരുന്നത്. എന്തൊക്കെയാലും പോവാം അങ്ങോട്ടോ മുമ്പെന്ന് പറയുമ്പം ഈ സൈഡായിരുന്നു എല്ലാവരും കയറിക്കൊണ്ടിരുന്നത്.
അപ്പോൾ മച്ചന്മാരെ, അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പോൾ ഇത് ഈ പാലം പണിഞ്ഞത് എനിക്കൊന്ന് ഇതിനകത്തുള്ള പെയിൻറ്റ് കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ടെന്ന് കേട്ടോ. ഇടയ്ക്ക് ഇതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോക്കൺ അല്ല, എന്താ പറയുന്നത്, ടോക്കൺ എന്തോ ഉണ്ടായിരുന്നു കയറുന്നതിന്. അതായത് അന്ന് ഈ വെക്കേഷൻ ടൈമിങ്ങിലായിരുന്നു ഞാൻ അന്ന് ഫസ്റ്റ് ടൈം വരുമ്പം ടോക്കണൊന്നുമില്ല. അതിൻ്റെ ഇടയ്ക്ക് എന്ന് പറയുമ്പം ഒരു ഈ എക്സാമൊക്കെ കഴിഞ്ഞ് തുടങ്ങുന്ന ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഗ്യാപ്പ് അളവിലാണ് അങ്ങനെ എന്താ എൻട്രി ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഇപ്പം ഇനി എന്തോന്ന് അറിയത്തില്ല. പക്ഷെ ഞാനും വന്നപ്പം ആരൊന്നുമില്ല. അതുപോലെ ഇപ്പം വെക്കേഷനും അല്ല. ഓക്കെ, അപ്പോൾ ഞായറാഴ്ചയാണ്. അപ്പോൾ നമ്മളന്ന് ആ വട്ടം വന്നപ്പോഴും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് കൂടെയൊക്കെ മെയിൻ്റെനൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പൊതുവേ അന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ടോപ്പിൽ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ പെയിൻറ്റ് കാര്യങ്ങളൊന്നും അടിക്കാതെ ജസ്റ്റ് ഇതായിട്ട് കിടന്നേക്കാം. അപ്പോൾ ഇതും ജസ്റ്റ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇവർ. അപ്പോൾ ഇവിടെ ഈ രാവിലെയൊക്കെ വരുവാണെങ്കിൽ ഉള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കിടിലൻ ക്ലൈമറ്റ് ആയിരിക്കും, അതിലൊരു രക്ഷയും കാണത്തില്ല. അതേപോലെ ഏകദേശം ഒരു മഴയോ ആ ഒരു ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു കുടമഞ്ഞിൻ്റെയും കിടിലൊരു വ്യൂ പോയിന്റ് എന്തെങ്കിലും കിട്ടും. പിന്നത്തെ വിഷയം ചൂടുള്ള സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതാണ്ട് ഇങ്ങനെ പ്രതീക്ഷിച്ചാൽ മതി. ഫുള്ളും കണ്ടോ, ഫുള്ളും കാടാണ്. അങ്ങനെ നമ്മൾ തൊട്ടിപ്പാലത്ത് കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഒരു മലയിൽ നിന്ന് അടുത്തൊരു മലയിൽ നിറമ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കർഷകർക്ക് വെള്ളം ഇല്ലാതെ വന്നപ്പോഴത്തേക്ക് ചെയ്തു കൊടുത്തതെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പാലം കണ്ടോ, ഞാൻ മുമ്പ് വന്നപ്പോൾ ഈ ഒരു പാലം പണിഞ്ഞിട്ടേ ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബൈക്ക് തന്നെ കഷ്ടിച്ച് എങ്ങനെയും വരുന്ന ഒരു ഇതിലായിരുന്നു ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ വണ്ടി വരാനുള്ള സൗകര്യമുണ്ട്. അതേപോലെ ഇപ്പോൾ ഇവിടെ പോലീസുകാരുണ്ട് കേട്ടോ. മുമ്പ് പോലീസുകാരൊന്നും ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പം പോലീസുകാരൊക്കെ ഉണ്ട്. വേറെ എന്തെങ്കിലും സ്ട്രിക്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും വന്ന് കാണുമായിരിക്കും റൂൾസ്, അതുകൊണ്ടായിരിക്കാം. പക്ഷെ വെള്ളം കുറവാണ് കേട്ടോ, നമ്മൾ വിചാരിച്ചത്ര വെള്ളമൊന്നുമില്ല. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ചൂട് അമ്മാരിത്തെ എല്ലാമാണ്. അപ്പോൾ ഇപ്പോഴത്തെ ചൂട് എന്ന് വെച്ചാൽ അമ്മാരി കണക്കാ ഇവിടെ. പക്ഷെ കൊല്ലത്തൊക്കെ ഇടയ്ക്ക് മഴ പെയ്യെങ്കിലും പിന്നെ നല്ല വെയിലാണ്. ഇപ്പോൾ നമ്മൾ ആ തൊട്ടിപ്പാലത്തിൻ്റെ ഏറ്റവും മേളിൽ നിന്നുള്ളൊരു വ്യൂ പോയിന്റ് കേട്ടോ. പക്ഷേ കച്ചവടക്കാരൊക്കെ കുറവാണ് കേട്ടോ, പണ്ടത്തെ കണക്ക് ഇല്ല. ഞാനിപ്പോൾ ഏകദേശം ഒരു 2-3 വർഷം ഉണ്ടായി കാണാൻ ഞാൻ വന്നിട്ട്. അതുപോലെ വെള്ളത്തിന് അത്യാവശ്യം നല്ല ഫോഴ്സ് ഉണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കുന്നതൊക്കെ ചെറിയ 1-2 അടിയൊന്നും അല്ല, ഏതാണ്ട് 10 കൂടുതൽ പ്രതീക്ഷിക്കാം. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് ടീമാണ് വന്നിരിക്കുന്നത്, ഇഷ്ടംപോലെ പേരുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഇപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ താഴെ വന്നിട്ട് ആ ബ്രിഡ്ജിനടുത്തുള്ള ഒരു വ്യൂ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണിച്ചു. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. കണ്ടാ, ഇവിടെ വരെ എത്തിയപ്പോഴത്തേക്ക് ഏതാണ്ട് 1.5 അടി താഴ്ന്നു. 1.5 അടിയാണെന്ന് തോന്നുന്നു. പക്ഷെ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് 1 അടിയുടെ, അതായത് ഇവിടെ ഒരു ഇതുണ്ടോ, ഒരു ലാൻഡ് മാർക്ക് കുറച്ചുകൂടി കയറ്റി വെച്ചേക്കുന്നത്, ആ ഒരു എബോ ആണ് അവിടെ വെള്ളം. പക്ഷെ ഇത് അതിനെക്കാട്ടി താഴെയാണ്. അങ്ങനെ ഒടുവിൽ വെയിലത്ത് നിന്ന് സത്യം പറഞ്ഞാൽ തണലത്ത് വന്നു കേട്ടോ. നല്ല ഫോഴ്സ് ഉണ്ട് കേട്ടോ വെള്ളത്തിന്, വിചാരിക്കുന്നതൊക്കെ അല്ല. ഇനി ഇവിടുന്ന് താഴോട്ട് ഇറങ്ങും. അവിടെ ഒരു മല കയറി സ്റ്റെപ്പ് ഇറങ്ങി, വീണ്ടും അടുത്തൊരു സ്റ്റെപ്പ് ഇറങ്ങി. അതായത് ആ എൻഡിൽ നിന്ന് കയറിയിട്ട്
അപ്പോൾ ആ എൻഡിൽ നിന്ന് കയറിയിട്ട് നമ്മൾ ഇത്രയും വന്നിട്ട് ഈ സ്റ്റെപ്പിൽ കൂടെ ഒക്കെ ഇറങ്ങി വീണ്ടും തിരിച്ച് നമ്മൾ ബൈക്കിൻ്റെ അടുത്തോട്ട് പോകണം. ഇപ്പൊ നമ്മള് ആ ബ്രിഡ്ജിനകത്തൂടെ നടന്നുകൊണ്ട് പോകണം കേട്ടോ. ഇതാണ്ടോ ഇപ്പൊ വണ്ടി കാര്യങ്ങളെല്ലാം ഇവിടെ വന്ന് നിൽക്കുന്നു. ഓക്കെ കണ്ടാ, മറ്റേത് വണ്ടിയൊക്കെ വന്ന് നിൽക്കാൻ ഭയങ്കര പാടായിരുന്നു. ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ കഷ്ടിച്ചാണ് അടുത്ത വണ്ടി പോകണമെങ്കിൽ. ഇതിനകത്ത് പൂത്തോട്ടവും അത് ഇതെല്ലാം. ഓ ഹലോ മച്ചന്മാരെ, അപ്പം നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. നമ്മൾ ഇനി ഇതുപോലെ പല പല പ്ലേസ് കവർ ചെയ്യുന്നുണ്ട്. കണ്ടോ, ഞങ്ങൾക്ക് ഞാൻ ഇവിടെ നിന്നുള്ള വ്യൂ കറക്റ്റായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതാണ്. ഓക്കെ, ബൈ.